ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ സിസ്റ്റംസ് ആണ്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ റൂട്ട് ലോക്കസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൂട്ട് ലോക്കസ് ആക്ച്വലി അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചെറിയ ക്വസ്റ്റ്യൻസിൽ പ്ലോട്ട് ചെയ്യാൻ പറയും. പക്ഷേ അതിൻ്റെ റൂൾസ് കറക്റ്റായിട്ട് നമുക്ക് അറിയുവാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് റൂൾസ് കറക്റ്റായിട്ട് അറിയുക എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അല്ലാതെ നമ്മൾ തിയററ്റിക്കലായിട്ട് ചെയ്യുന്ന പോലെ വലിയൊരു പ്രോബ്ലം എടുത്ത് സോൾവ് ചെയ്ത് അങ്ങനെ പോകുന്നതല്ല. പക്ഷേ ആ വലിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ആ സബ്ജക്റ്റിനുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പോർഷനുണ്ട്. അത് തന്നെയാണ് ബോർഡ് പ്ലോട്ടും അങ്ങോട്ട് വരുമ്പോൾ എല്ലാം വലിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റൂൾസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ 6 റൂൾസ് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ റൂട്ട് ലോക്കസിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു പോൾ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, അതുപോലെ ഒരു 0 ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം ഹെഡിങ് കൊടുക്കുക. ഇത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൻ്റെ എൻ്റെ റിസൾട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കുന്നതാണ് എഫക്റ്റ് ഓഫ് ആഡിങ് എ പോൾ. ഒരു പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് സപ്പോസ് നമ്മുടെ ഒരു ഒറിജിനൽ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഞാൻ k/s/s+2 എന്ന് തരുന്നു. ഓക്കെ, ഇതിൻ്റെ നമ്മൾ റൂട്ട് ലോക്കസ് വരയ്ക്കുമ്പോൾ എന്താണ് നമുക്കത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ എവിടെയൊക്കെയാണ് പോളുള്ളത്? 0-ലും അതുപോലെ പിന്നെ എവിടെയാണ് -2-ലും. ശരിയല്ലേ? 0-ലും -2-ലും. -2 കുറച്ച് ഇങ്ങോട്ട് വരയ്ക്കാം. 0-ലും -2-ലും നമ്മുടെ പോൾസ് ഉള്ളത്. ഓക്കെ, ഇത് -2, ഇത് 0. ക്ലിയർ? അപ്പം നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഈ ഒരു കേസിൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും ഈ സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ 2 പോൾസും എവിടെയാണ്? നമ്മുടെ ലെഫ്റ്റ് ഹാഫിലാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. അതായത് നോ പോൾ ലൈൻ RHP ഒരു പോൾ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റം സ്റ്റേബിളാന്ന് പറയാം. ശരിയല്ലേ? അതുപോലെ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ബ്രാഞ്ച് നമ്മൾ പറയാറുണ്ട്. ഇതിപ്പോൾ 2 പോൾസിൻ്റെ ഇടയിലാണ്. ഇപ്പോൾ 2 പോൾസിന് ഇന്നലെ പറഞ്ഞത് 2 പോൾസിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ സിസ്റ്റം ഉള്ളതെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പം ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ആദ്യം അറിയണം. നമ്മൾ ഇവിടെയാണ് നമ്മൾ പോയിന്റ് വെക്കാറ്, അല്ലേ? അതായത് ഈ സ്ഥലത്ത്, ഈ ഏരിയയിൽ നമ്മൾ പോയിന്റ് വെച്ച് നോക്കും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കും. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു പോള്, അപ്പം ഈ ഓഡ് നമ്പറാണ്. അപ്പോൾ ഇവിടെ റൂട്ട് ലോക്കസ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. സോ ഇവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഒരു റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഇപ്പുറത്തെ ഒരു ലൈൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പുറത്ത് 2 എണ്ണമാണ്. അപ്പോൾ ഇപ്പുറത്ത് എന്തില്ല? നോ റൂട്ട് ലോക്കസ്. ഇങ്ങോട്ട് റൂട്ട് ലോക്കസ് ഇല്ല. പക്ഷേ ഇങ്ങോട്ട് ഇവിടെ എന്തുണ്ട്? ഈ പോർഷനിൽ റൂട്ട് ലോക്കസ് ഉണ്ട്. അപ്പോൾ റൂട്ട് ലോക്കസ് ഉള്ള പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ശരിയല്ലേ? ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അവിടെ എങ്ങനെ നമ്മുടെ പോൾസ് സീറോസ് ബ്രാഞ്ച് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ബ്രാഞ്ച് എങ്ങനെ ഉണ്ടാവുക? ഇപ്പോൾ 2 പോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പോൾസും നമ്മൾ പറഞ്ഞ ഒരു പോളിൽ നിന്ന് നമ്മൾ ഈ പോയിന്റ്, ഇവിടെയാണല്ലോ നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്, ഈ പോയിന്റിലേക്ക് ഹെഡ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ ഈ പോളിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ രണ്ടും വന്നു കഴിഞ്ഞാൽ ഇവിടെ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രേക്ക് പോയിന്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ബ്രേക്ക് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഇത് മീറ്റ് ചെയ്യുന്നൊരു പോയിന്റാണ്. അവിടെ നിന്നാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ശരിയല്ലേ? അപ്പം ഇവിടെയാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുക. അപ്പം ഈ ബ്രേക്ക് പോയിന്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സപ്പോസ് ഇതൊരു നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലം നമ്മളത് മുന്നേ ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ k/s/s+2 എന്നുള്ള പ്രോബ്ലം ചെയ്തിരുന്നു. അപ്പോൾ പ്രോബ്ലം ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഇവിടെ തന്നെയാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത്. അതായത് അവിടുത്തെ സെൻട്രോയിഡ് വരുന്നത് എത്രയാണ്? -1. നിങ്ങൾ നോട്ട് മറിച്ച് വയ്ക്കാനുണ്ടാവും. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ഓക്കെ,
അപ്പോൾ അവിടെ -1 ഉണ്ടായിരുന്നു. ഇതാണ് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ഇവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്, ബ്രേക്ക് പോയിന്റ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ബ്രേക്ക് പോയിന്റിൽ നിന്ന് അതും നമ്മൾ ചെയ്തിരുന്നു. ഇവിടുത്തെ അസിംപ്റ്റോട്സ്. അപ്പോൾ ഇവിടെ സെൻട്രോയിഡ് -1 കിട്ടി, അതുപോലെ തന്നെ ബ്രേക്ക് പോയിന്റ് -1 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു ഈ സെൻട്രോയിഡും ബ്രേക്ക് പോയിന്റും ഒരേ വാല്യൂ കിട്ടുവാണെങ്കിൽ നമ്മൾ അസിംപ്റ്റോട്ടിലെ തന്നെയാണ് ബ്രാഞ്ച് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടി -1 ആണ് എന്നുള്ളത്. അപ്പോൾ -1 നിന്നാണ് എപ്പോഴും സെൻട്രോയിഡിൽ നിന്നാണ്, നിങ്ങളത് ഓർത്ത് വയ്ക്കുക, സെൻട്രോയിഡിൽ നിന്നാണ് നമ്മൾ അസിംപ്റ്റോട്സ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രോയിൽ നിന്നാണ് ലൈന് പോകേണ്ടത്. ആ അസിംപ്റ്റോട്സ് എത്ര ആംഗിളിൽ പോകണമെന്ന് നമ്മളുടെ അസിംപ്റ്റോട്സിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ആ കേസിൽ θ1 90യും θ2 270 ആണ് കിട്ടിയത്. അതായത് ഒരെണ്ണം ഇങ്ങനെയും 90, ഒരെണ്ണം 90 ആംഗിളിലും പോയിരുന്നു, ഒരെണ്ണം 90 ആംഗിളിലും പോയിരുന്നു. അതായത് കൃത്യം നേരെ തന്നെ 90 ആംഗിളിൽ പോയിരുന്നു. ഒരെണ്ണം നമ്മുടെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോയിരുന്നു, അതായത് 270 ആംഗിളിലും പോയിരുന്നു. ഓക്കെ, അപ്പോൾ ആ 2 സ്ട്രെയിറ്റ് ലൈനുകൾ ആണ് നമുക്ക് അവിടെ വന്നിരുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ 2 സ്ട്രെയിറ്റ് ലൈനുകൾ വന്നിരുന്നു. അപ്പോൾ ആ 2 സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെൻട്രോയിഡ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്നും പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സെൻട്രോയിഡിൽ നിന്ന് നിങ്ങൾ അസിംപ്റ്റോട്സ് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോർഷൻ. അപ്പോൾ സെൻട്രോയിഡ് കിട്ടിയാൽ അതിൻ്റെ അകത്ത് എത്ര ആംഗിളാണോ അസിംപ്റ്റോട്സ് ഉള്ളത്, ആ അസിംപ്റ്റോട്സിൻ്റെ ആംഗിൾ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ ആ ആംഗിൾ കിട്ടിയത് 90 270 ആയിരുന്നു. അതെടുത്ത് നമ്മൾ അസിംപ്റ്റോട്സ് വരച്ചു. ഓക്കെ, ഇനി ആ അസിംപ്റ്റോട്സിൽ വരച്ചു കഴിഞ്ഞാൽ ലൈൻ വരച്ചിരുന്നു. ഇനി ആ ബ്രാഞ്ച് സെൻട്രോയിഡും നമ്മുടെ ബ്രേക്ക് അവേ പോയിന്റും ഒന്നായിരുന്നു. അപ്പോൾ ബ്രേക്ക് അവേ പോയിന്റും സെൻട്രോയിഡും ഒന്നായതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചിൽ നിന്നാണ് നമ്മുടെ അസിംപ്റ്റോട്സിലേക്ക് ലൈൻ പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ ബ്രാഞ്ചിലേക്ക് എങ്ങനെ ലൈൻ പോകണമെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ദ ആംഗിൾ അറ്റ് വിച്ച് ദ ബ്രാഞ്ചസ് ബ്രേക്ക് ഓഫ് ഫ്രം ദ ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് പോയിന്റിൽ നിന്ന് ബ്രാഞ്ചസ് ബ്രേക്ക് ഓഫ് ചെയ്യുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും, +or-180/n. എന്താണ് പറഞ്ഞിരുന്നത്, നമ്പർ ഓഫ് ബ്രാഞ്ചസ് ദാറ്റ് കൺവേർജ് ഓർ ഡൈവേർജ് ഫ്രം ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നതോ ഡൈവേർജ് ചെയ്യുന്നതോ ആയ എത്ര ബ്രാഞ്ച് ഉണ്ട് നോക്കാം. ഇവിടെ ഈ ബ്രേക്ക് പോയിന്റ് ആയ -1ലേക്ക് ബ്രാഞ്ചുകൾ കൺവേർജ് ചെയ്തു. എത്ര ബ്രാഞ്ച്, 2 ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് പോയിന്റിൽ നിന്ന് എത്ര ആംഗിളിൽ പോകണം, +or-90. ഓക്കെ, ഇത് പറയുന്നത് അപ്പം ഇങ്ങോട്ടേക്ക് +90യിലും പോവും, അതുപോലെ ഇങ്ങോട്ടേക്ക് -90യിലും പോവും. ശരിയല്ലേ? ഇതാ ഇങ്ങോട്ടേക്ക് +90യും ഇങ്ങോട്ടേക്ക് -90യും. അതായത് നിങ്ങളുടെ ബ്രാഞ്ച്, അതായത് ബ്രേക്ക് അവേ പോയിന്റിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ബ്രേക്ക് അവേ പോയിന്റ് വിൽ ഓൾവേസ് ടെൻഡ് ടു ലൈ അലോങ് ദ അസിംപ്റ്റോട്ട്. അസിംപ്റ്റോട്ടിലെ തന്നെ പാസ് ചെയ്യാൻ, അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിന്റെ സൈഡിലെ പാസ് ചെയ്യാനാണ് എപ്പോഴും ബ്രേക്ക് പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ബ്രേക്ക് പോയിന്റ് ഏതിലെ തന്നെ പോവും, അസിംപ്റ്റോട്ടിലെ തന്നെ പോവും. കാരണം ഇത് 90 ഡിഗ്രിയാണ്. സോ ദ ബ്രേക്ക് പോയിന്റ് വിൽ pass the branches along the asymptotes. ക്ലിയർ? അതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടിയിരുന്നത്. ശരിയല്ല? അത് നമ്മൾ ക്ലിയർ ചെയ്ത് പറഞ്ഞതാണ്. ഇനി ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്റ്റേബിൾ ആണ്, റൂട്ട് ലോക്കസ് ഒന്നും ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ആഡിങ് എ പോൾ. നമ്മളൊരു പോൾ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു, ഒരു പോൾ ആഡ് ചെയ്യണം. അതായത് ഡിനോമിനേറ്ററിൽ ഒരു എസ് ടേമും കൂടി വരും. അപ്പോൾ s+2 സപ്പോസ് s+4 ആണെന്ന് വിചാരിക്കുക. s+2 s+4. അപ്പോൾ s+4 ആണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യണം ഫസ്റ്റത്തെ കേസ്. എത്ര പോൾ ഉണ്ട്, 3 പോൾ. z എത്രയാണ്, 0. അതായത് 3 ബ്രാഞ്ചസ് വിൽ ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ ടെർമിനേറ്റ് ചെയ്യുന്ന 3 ബ്രാഞ്ചസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ആക്സിസ് വരയ്ക്കുക. ആക്സിസ് വരയ്ക്കുമ്പോൾ നമ്മളെ പോൾസ് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 0-ലൊരു പോള്, -2-ലൊരു പോള്, -4-ലൊരു പോള്. ശരിയല്ലേ? -4-ലൊരു പോള്.
ഇത്തരത്തിലാണ് നമുക്ക് വരുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ നേരത്തെ പോലെ നമ്മൾ റൂട്ട് ലോക്കസ് എവിടെ ലൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇവിടെ ഒരു പോയിന്റ് വയ്ക്കും, റൈറ്റിലേക്ക് നോക്കും, ഇവിടെ ഒരെണ്ണം ഉണ്ട് ഓഡ്, അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ ബിറ്റ്വീൻ ദിസ് ഈ 0-ൻ്റെയും 2-ൻ്റെയും -2-ൻ്റെയും -4-ൻ്റെ ഇവിടെ 0-ൻ്റെയും 2-ൻ്റെയും ഇവിടെ ഒരു റൂട്ട് ലോക്കസ് ലൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇനി ഇവിടെ ഒരു പോയിന്റ് വയ്ക്കും, റൈറ്റിലേക്ക് നോക്കും, ഇവിടെ 2 പോൾസ് ഉള്ളത്, റൂട്ട് ലോക്കസ് ഉണ്ടോ? ഇല്ല. സോ നോ റൂട്ട് ലോക്കസ് ഹിയർ ആൻഡ് ദർ ഈസ് എ റൂട്ട് ലോക്കസ് ഹിയർ. ഇനി ഇവിടെ ഒരു ലൈൻ വയ്ക്കും, ലൈൻ വെച്ചിട്ട് റൈറ്റിലേക്ക് നോക്കും, റൈറ്റിലേക്ക് നോക്കുമ്പോൾ 1 2 3 3 ഉണ്ട്, ഓഡ് നമ്പർ, അഗെയിൻ റൂട്ട് ലോക്കസ്. അപ്പോൾ ഇവിടെയും ഒരു റൂട്ട് ലോക്കസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് 2 റൂട്ട് ലോക്കസ് ഇവിടെ നമുക്ക് റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത്. ക്ലിയർ? ദെൻ അപ്പോൾ 2 റൂട്ട് ലോക്കസ് നമ്മൾ പറഞ്ഞു. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ബ്രേക്ക് പോയിന്റിൻ്റെ കാര്യം. എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ബ്രേക്ക് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ പറയാമല്ലേ, ബ്രേക്ക് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ 2 പോൾസിൻ്റെ ഇടയിലോ 2 സീറോസിൻ്റെ ഇടയിലോ ബ്രേക്ക് പോയിന്റ് വരണം. അപ്പോൾ 2 പോൾസിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് പോയിന്റ് വരുന്നില്ലേ, ഇതല്ലേ? അപ്പം ഈ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത് 2 പോൾസിൻ്റെ ഇടയിലാണെങ്കിൽ അതെന്തായിരുന്നു, ഒരു ബ്രേക്ക് എവേ പോയിന്റ് ആണ്. ശരിയല്ലേ? ഇവിടെ ഒരു ബ്രേക്ക് എവേ പോയിന്റ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുക. 2 സീറോസിൻ്റെ ഇടയിലാണെങ്കിൽ അതെന്താവും, ഇറ്റ് വിൽ ബി എ ബ്രേക്ക് ഇൻ പോയിന്റ്. ക്ലിയർ? അപ്പോൾ റൂട്ട് ലോക്കസിലെ അത്തരത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ പിന്നെ ഇവിടെ എവിടെയാണ് ബ്രേക്ക് പോയിന്റ് വരാൻ സാധ്യത? അതായത് ഇപ്പോൾ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ പോൾസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പോയിന്റ്സ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പോളിൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ആ പോയിന്റിലേക്ക് പോകും, എന്നിട്ട് അവിടെ നിന്ന് മീറ്റ് ചെയ്യും, കോയിൻസൈഡ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ അവിടെ ബ്രേക്ക് പോയിന്റ് ഉണ്ടെന്ന് അനലൈസ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മളുടെ P-Z എന്താണ്? 3 ആണ്. ശരിയല്ലേ? ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് കാണണം. ഏത് ഫോമുല യൂസ് ചെയ്യണം? 2n+1 × π / P-Z. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആംഗിൾ എത്ര കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് θ1 as 60 degree, θ2 as 180 degree, θ3 as 300 degree. അത് കാണാൻ ഒരു പണിയൊന്നുമില്ല. ഇവിടെ 0 ഇട്ട് കൊടുക്കുക, ഇവിടെ P-Z വരെ എത്ര 3 × 180 ചെയ്താൽ നിങ്ങൾക്ക് 60 180 300 ആംഗിൾ കിട്ടും. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇനി അടുത്തത് സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറയുന്നത് സം ഓഫ് പോൾസ്. ഏതൊക്കെ പോൾസ്? 0 -2 -4 സീറോസ് ഉണ്ടോ? ഇല്ല. / P-Z. അപ്പോൾ -6/3 ഇറ്റ് വിൽ ബി -2. അപ്പം നിങ്ങളുടെ സെൻട്രോയിഡ് എവിടെ ലൈ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇവിടെ 2-ൽ തന്നെയാണ് നിങ്ങളുടെ സെൻട്രോയിഡും ലൈ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ആ ബ്രേക്ക് പോയിന്റ്, നമ്മൾ ഈ പറഞ്ഞ ബ്രേക്ക് പോയിന്റ് എവിടെയൊക്കെയാണെന്ന് നോക്കണം. എവിടെയൊക്കെയാണെന്ന് നോക്കുക മാത്രമല്ല അവിടെ വാലിഡ് ആണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ബ്രേക്ക് പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 + g of s × h of s = 0 എന്ന് എഴുതണം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 1 + k / s × s+2 × s+4 = 0. സോ ഇതിൻ്റെ അകത്ത് k വിൽ ബി ഈക്വൽ ടു -s³ -6s² -8s. കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ കൺസെപ്റ്റ് ക്ലിയർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. ദെൻ dk/ds എന്തിലേക്ക് ഇക്വേറ്റ് ചെയ്യണം? 0ലേക്ക്. അപ്പം dk/ds എന്ന് പറഞ്ഞാൽ എത്ര വരും? 3s² + 12s + 8. ഇതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് s യു വിൽ ബി ഗെറ്റിംഗ് -12 ± √b² എന്ന് പറഞ്ഞാൽ 144 -4s എന്ന് പറയുമ്പോൾ 4 × 3 × 8 96 / 6. You will be getting s as -2 ± √12/3. -2 ± √12/3. ക്ലിയർ? അപ്പം അതാണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. ഇത് 12/3 എന്നുള്ളത് ±4 എടുക്കുക. 12/3 4 വരില്ല. അപ്പം -2 12/3 തന്നെയല്ലേ വരും. 144 - 96 എന്ന് പറയുമ്പോൾ 48 √48 അല്ലേ.
റൂട്ട് 48 മൈനസ് 12 പ്ലസ് ഓർ മൈനസ് റൂട്ട് 48/6. റൂട്ട് 48 എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ 36 749. ഓക്കെ, അപ്പം 48ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 224 2 12 4 റൂട്ട് 3 അല്ലേ, 4 റൂട്ട് 3. 4 റൂട്ട് 3/6 വരും. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് -12 പ്ലസ് ഓർ മൈനസ് 4 റൂട്ട് 3/6. ശരിയല്ല, 2 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഗെറ്റിംഗ് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് വരിക പ്ലസ് ഓർ മൈനസ് 12 റൂട്ട് 3 എന്നല്ല വരിക, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. അതായത് നിങ്ങൾ നോക്കൂ, എസ് ഈക്വൽ ടു -12 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 48/3 എന്നല്ലേ, സോറി 6 എന്നല്ലേ. അപ്പം യു വിൽ ബി ഗെറ്റിംഗ് ഇവിടെ -2 പ്ലസ് ഓർ മൈനസ് 4 റൂട്ട് 3/6. ശരിയല്ല, അതായത് -2 പ്ലസ് ഓർ മൈനസ് കട്ടായി പോകുമ്പോൾ 2 റൂട്ട് 3/3 -2 പ്ലസ് ഓർ മൈനസ് 2/√3 ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് നമ്മുടെ മെയിനെയും ബ്രേക്ക് പോയിന്റുകൾ കിട്ടുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് -2 പ്ലസ് ഓർ മൈനസ് 2/√3. ഓക്കെ, 2/√3 ശരിക്കും മെറ്റീരിയലാണ്, നമുക്കിത് എവിടെ കിട്ടുന്നതെന്ന് ക്ലിയർ ആയിട്ട് അറിയാനാണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഇതാണ് നിങ്ങളുടെ ബ്രേക്ക് പോയിന്റ്സ്. അപ്പം ഇതിൽ നമുക്ക് ഇനി നമ്മളെ റൂട്ട് ലോക്കസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിലെ വാല്യൂസ് എങ്ങനെയാണ്? ഒരെണ്ണം -2 പ്ലസ് 2/√3യും വേറെ ഒന്ന് -2 മൈനസ് 2/√3 ആണ്. ശരിയല്ലേ? അപ്പം ഇത് ഇവിടെ എവിടെയെങ്കിലും ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കലാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വാല്യൂ നോക്കാം. നമ്മുടെ -2 മൈനസ് 2 റൂട്ടിന് പറഞ്ഞാൽ എത്ര വരിക? -2 മൈനസ് 2/1.73 അല്ല, അപ്പോൾ അഗെയിൻ ഒരു -0.3 അങ്ങനെ എന്താ വരിക? അപ്പോൾ -2.3 എന്നുള്ള ലെവലിലാണ് വരിക. -3.3 എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ വരിക, ഈ ഒരു ഏരിയയിലല്ല -2.3 ഒക്കെ വരിക. അതായത് ഇത് വാലിഡ് ആണോ റൂട്ട് ലോക്കസിൽ? അല്ല. സോ ദിസ് വാല്യൂ ഈസ് ഇൻവാലിഡ്. ഇത് ഇൻവാലിഡ് വാല്യൂ ആണ്. ഇനി ഇത് നോക്കുക, -2 പ്ലസ് ഞാൻ പറഞ്ഞു 0.3 എടുക്കുകയാണെങ്കിൽ എത്ര? -1.7 വരും. അതായത് ഇത് വാലിഡ് ആണ്. ദിസ് ഈസ് എ വാലിഡ് പോയിന്റ്. ഇതെവിടെ വരും? ഇതിവിടെ ലൈ ചെയ്യും. ശരിയല്ല? അപ്പം ദിസ് ഈസ് എ വാലിഡ് പോയിന്റ്. അപ്പം വാലിഡ് പോയിന്റ് എവിടെ ഉണ്ടാവും? ഇറ്റ് വിൽ ബി ലൈയിങ് ഓൺ, അല്ലെങ്കിൽ വി ക്യാൻ ഹാവ് ദാറ്റ് ഇവിടെ ഒരു ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ടാവും. അതാണ് -2 പ്ലസ് 2/√3. ക്ലിയർ? അവിടെയാണ് നമ്മുടെ ബ്രേക്ക് അവേ പോയിന്റ് വരുന്നത്. ഇവിടെ എവിടെയോ ആയിട്ട് വരും. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. -2 പ്ലസ് 2/√3യിലാണ് നമ്മൾ ബ്രേക്ക് അവേ പോയിന്റ് വരുന്നത്. ക്ലിയർ? ദെൻ ഇനി നമ്മൾ എങ്ങനെ വരക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലിയർ? ഇതിലൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വരക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വരയ്ക്കുന്നു. നമുക്ക് ആദ്യം നമ്മുടെ പോൾസിനെ മാർക്ക് ചെയ്യണം. അവിടെ സ്ഥലമില്ല, അതുകൊണ്ടാണ് മാറ്റി വരയ്ക്കുന്നത്. ഇവിടെ 0, ഇവിടെ 2, ഇവിടെ 4. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ കണ്ടിരുന്നു? നമ്മളെ പോൾസിൻ്റെ ഇത് കണ്ടിരുന്നു അല്ലേ? ഇങ്ങനെ വരും. സിമിലർലി ഇത്തരത്തിലും വരും. ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇവിടെ 2 സ്ഥലത്തല്ലേ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ റൂട്ട് ലോക്കസ് നമ്മൾ പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി. അതായത് ഇവിടെ 2 പോൾസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് സൈഡിൽ വരും. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. അപ്പോൾ 2 സൈഡിലേക്ക് വരും, എന്നിട്ട് എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വരച്ചത്. ഓക്കെ, ഇനി പറയാനുള്ളത് സെൻട്രോയിഡിനെ കുറിച്ച് ഓർക്കുക. സെൻട്രോയിഡ് നമുക്ക് എത്രയാണ് കിട്ടിയത്? സെൻട്രോയിഡ് ആദ്യം സെൻട്രോയിഡാണ് എടുക്കേണ്ടത്. ആദ്യം സെൻട്രോയിഡ് -2. അതായത് ഇത് തന്നെയാണ് നമ്മുടെ -2 പോയിന്റ്. ശരിയല്ല? അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രോയിഡ് പോയിന്റ്. ഈ സെൻട്രോയിഡ് പോയിന്റിൽ നിന്നാണ് നമ്മൾ അസിംപ്ടോട്ട്സ് ഡ്രോ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സെൻട്രോയിഡിൽ നിന്നാണ് നമ്മൾ അസിംപ്ടോട്ട്സിനെ ഡ്രോ ചെയ്യേണ്ടത്. അസിംപ്ടോട്ട്സ് ഏതൊക്കെ ആംഗിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. അസിംപ്ടോട്ട്സിൻ്റെ ആംഗിൾ ഏതൊക്കെയാണ്? 60,
180, 300. ആ അസിംപ്റ്റോട്ട്സ് 3 എണ്ണം വരച്ച് വെക്കുക. ഈ സെൻട്രോയിഡ് പോയിന്റിൽ നിന്ന് 3 അസിംപ്റ്റോട്ട്സ് വരയ്ക്കുക. ഏതൊക്കെ? 60, 180. 180 എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ വരിക, ഇതിൻ്റെ മേലെ തന്നെ വരും. ഇങ്ങോട്ടാണ് 180 വരിക, ഇങ്ങോട്ടാണ് നമ്മൾ 60 വരിക. അതുപോലെ 300 എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റ്. ഓക്കെ, സോ ഇങ്ങോട്ടേക്ക് വരും. ദിസ് ഈസ് യുവർ 300. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് നിങ്ങളുടെ എന്ത് 300. അപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ടല്ലേ വരും, ഇങ്ങനെ സർക്കിളാണ്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ 300. ഇവിടെ നമ്മുടെ പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് 60, 130 അങ്ങനെ 3 അസിംപ്റ്റോട്ടുകൾ വരയ്ക്കുക. ഇതാണ് ക്ലിയർ പർപ്പസ്. നിങ്ങൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. 3 അസിംപ്റ്റോട്ടുകൾ വരച്ച് നിന്നു. ഇനി അടുത്ത കാര്യം എന്താണ് പറഞ്ഞത്? നമ്മുടെ ബ്രേക്ക് പോയിന്റ് നോക്കുക അല്ലേ? നമ്മൾ ബ്രേക്ക് പോയിന്റ് നോക്കുക. ബ്രേക്ക് പോയിന്റിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. ബ്രേക്ക് പോയിന്റിൽ നിന്ന് പോകേണ്ട ആംഗിൾ എത്രയാണ്? അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ദ ആംഗിൾ അറ്റ് വിച്ച് branches originate, the angle at which the branches originate from the break point. ബ്രേക്ക് പോയിന്റിൽ നിന്ന് ബ്രാഞ്ചസ് ഒറിജിനേറ്റ് ചെയ്യുന്നു. ആ ആംഗിളാണ് ±180/n. സോ ഇറ്റ് വിൽ ബി ±180/2. ഇവിടെ എത്ര ബ്രാഞ്ചാണ് ഉള്ളത്? ഇതൊന്ന്, ഇത് 2 ബ്രാഞ്ചാണ് ഉള്ളത്. അപ്പം ±90. ശരിയല്ലേ? അപ്പം നമ്മൾ ഈ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലം മാത്രം നോക്കാം. ബ്രേക്ക് പോയിന്റ് ഇവിടെയാണ് ഒബ്റ്റെയിൻ. അപ്പോൾ ബ്രേക്ക് പോയിന്റിന്റെ കാര്യം മാത്രം നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബ്രാഞ്ച് വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബ്രാഞ്ച് വരുന്നു. അപ്പോൾ 2 ബ്രാഞ്ച് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 2 ബ്രാഞ്ചാണ് ±90. അപ്പം ഈ ±90 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഇവിടെ നിന്ന് 90, ഇതാണ് +90 ആണെങ്കിൽ കളറൊന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് +90യും ഇതാണ് -90. ഇത്രയേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇങ്ങോട്ടേക്ക് +90 പോവും, താഴോട്ടേക്ക് അതായത് അപ്പർ പാർട്ടിലേക്കുള്ള +90യും ലോവർ പാർട്ടിലേക്കുള്ള -90യും. അതാണ് ഈ 90യും ഈ 90യും. അതാണ് ഈ 2 90കൾ, +90 -90. ഇവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് പോവും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതായത് ബ്രേക്ക് പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട്, അതായത് ഓർക്കുക, ബ്രേക്ക് പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് കഴിഞ്ഞ പോയിന്റ് എത്ര ആംഗിളാണ്? +90 -90 ഒറിജിനേറ്റ് ചെയ്ത ആംഗിൾ വിൽ ഫൈനലി ഗോ ടുവേർഡ്സ് അസിംപ്റ്റോട്ട്സ്. ഈ ബ്രേക്ക് പോയിന്റ് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ലൈനും എങ്ങോട്ടേക്ക് തന്നെയാണ് പോവുക? അസിംപ്റ്റോട്ടിലേക്ക് തന്നെയാണ് പോവുക. പക്ഷെ അസിംപ്റ്റോട്ടിനെ ടച്ച് ചെയ്യുന്നില്ല, അതിൻ്റെ സൈഡിലേ അങ്ങ് പോവുകയുള്ളൂ. എങ്ങോട്ടേക്ക്? ടുവേർഡ്സ് ഇൻഫിനിറ്റി. ഈ അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? അസിംപ്റ്റോട്ട് ഈസ് എ ലൈൻ ദാറ്റ് ടച്ചസ് ദ ഗ്രാഫ് അറ്റ് ഇൻഫിനിറ്റി അല്ലേ? അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ദാറ്റ് ടച്ചസ് ദ ഗ്രാഫ് അറ്റ് ഇൻഫിനിറ്റിയിൽ. ഇൻഫിനിറ്റിയിൽ എവിടെയോ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസിംപ്റ്റോട്ടിലേക്ക് തന്നെ ടെൻറ്റ് ചെയ്യുന്ന വിധത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എങ്ങനെ പോകുന്നുണ്ടാവും? ഇത് അസിംപ്റ്റോട്ട്, ഇങ്ങോട്ടല്ല അസിംപ്റ്റോട്ട് വരച്ചിരിക്കുന്നത്, ഈ അസിംപ്റ്റോട്ടിലേക്ക് പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ ഇൻഫിനിറ്റിയിൽ എങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൂട്ട് ലോക്കസ് വരക്കുന്നത്. ക്ലിയർ ആയാലും ഒരു പണിയില്ല. സെൻട്രോയിഡിൽ എടുക്കുക, സെൻട്രോയിഡിൽ നിന്ന് അസിംപ്റ്റോട്ട്സിൻ്റെ ആംഗിൾ എടുക്കുക, 3 എണ്ണം വരയ്ക്കുക, കഴിഞ്ഞു. ബ്രേക്ക് അവേ പോയിന്റ് എവിടെയാണ് ഒബ്റ്റെയിൻ ചെയ്തെന്ന് നോക്കുക. ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ആ ഒബ്റ്റെയിൻ ചെയ്ത സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക? എത്ര ബ്രാഞ്ച് അതിലേക്ക് വരുന്നുണ്ട് നോക്കുക. 2 ബ്രാഞ്ച്, 90 +90 -90 മാർക്ക് ചെയ്തു. ആ ബ്രേക്ക് പോയിന്റ് ഫൈനലി എങ്ങോട്ട് തന്നെയാണ് പോവുക? അസിംപ്റ്റോട്ടിലേക്കാണ് പോവുക. ഇതാ വരച്ചു അസിംപ്റ്റോട്ട്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞ്. ഇനി ഇതിൻ്റെ അകത്ത് പുതിയൊരു കൺസെപ്റ്റ് പഠിക്കണം. ഈ അസിംപ്റ്റോട്ടിലേക്ക് പോകുന്ന ഈ ബ്രേക്ക് അവേ പോയിന്റ് ഒരു സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെയും അല്ല, ഇമാജിനറി ആക്സിസിൽ ഒരു സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ ഇന്റർസെക്ട് ചെയ്യുന്ന വാല്യൂ നമ്മൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിക്കാം.
ഓക്കെ, അപ്പോൾ ആ ഇൻ്റർസെക്ഷൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ആക്ച്വലി, നിങ്ങളുടെ ബ്രാഞ്ചുകൾ ഏത് പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്തു? ഇത് ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ആണെന്ന് പറയാം നമുക്ക്, ഇത് റൈറ്റ് ഹാഫ് പ്ലെയിനിലേക്കാണെന്ന് അറിയാം. ഇത് ഏത് സ്ഥലത്തേക്ക് ഇത് എൻ്റർ ചെയ്തു? ഇത് റൈറ്റ് പ്ലെയിനിലേക്ക് എൻഡ് ചെയ്തില്ലേ? ഏതോ ഒരു കെൻ്റെ വാല്യൂന്, ഇത് കെ ആണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്താ, ഏതോ ഒരു കെൻ്റെ വാല്യൂന് ഇത് റൈറ്റ് ഹാഫ് പ്ലെയിനിലേക്ക് പോയി എൻ്റർ ചെയ്തു. ശരിയാണല്ലോ? അതായത് ഇപ്പോൾ നമ്മൾ റൂട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്പൺ ലൂപ്പ് പോൾ കാണും. അതായത് ഇവിടെ അല്ല, ഈ സ്ഥലത്ത് മൊത്തം കെ 0ആണ്, ഇവിടെ 0ആണ്, ഇവിടെ 0ആണ്, ഇങ്ങനെ ഈ ലൈനിൽ മൊത്തം 0ആണ്. ക്ലിയർ അല്ലേ? പക്ഷെ ഇതിങ്ങനെ പോകുമ്പോൾ ഇവിടെയൊക്കെ കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇൻഫിനിറ്റി വാല്യൂ വരിക അല്ല, ഇവിടെ കെ 0, ഇതിങ്ങനെ പോകും തോറും ഇൻഫിനിറ്റി വാല്യൂയിലേക്ക് വരും. അപ്പോൾ കെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അസിംപ്ടോട്ടിലേക്ക് ടെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ എവിടെ ഒരു ക്രോസ് ഓവർ സംഭവിച്ചു അല്ലേ? ആ ക്രോസ് ഓവറിൻ്റെ പോയിന്റാണിത്. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്തു? റൈറ്റ് ഹാഫ് പ്ലെയിനിലേക്ക് പോയി. ഇങ്ങനെ റൈറ്റ് ഹാഫ് പ്ലെയിനിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം സ്റ്റേബിൾ ആവുമോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആവുമോ? ഓക്കെ, അതിന് പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം ഈസ് ഫുള്ളി ആയിട്ടല്ല പോയത്, കുറച്ച് പാർട്ട് ഇവിടെയും കുറച്ച് പാർട്ടുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റത്തിന് പറയുന്നവരാണ് കണ്ടീഷണലി സ്റ്റേബിൾ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, നമ്മൾ ഇമാജിനറി ആക്സിസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടായിരുന്നു അതിനെ മാർജിനലി സ്റ്റേബിൾ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് സാധനം. നമ്മളിവിടെ പറയുന്ന പേര് അതിനെ കണ്ടീഷണലി സ്റ്റേബിൾ ആണ്. അതായത് ഇവിടെ പോൾസ് എവിടെയുണ്ട്? ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലും ഉണ്ട്, റൈറ്റ് ഹാഫ് പ്ലെയിനിലും ഉണ്ട്. അത് ഏതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും? കെ എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, കെ നമ്മൾ പിന്നെ കണ്ടുപിടിക്കും എത്രയാണ്. അപ്പോൾ മനസ്സിലാക്കുക, കെൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് നമ്മളത് ഐദർ നമുക്ക് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലേക്ക് വരും, റൈറ്റ് ഹാഫ് പ്ലെയിൻ. പക്ഷേ സം പോയിന്റ് ഇത് റൈറ്റ് ഹാഫ് പ്ലെയിനിലേക്ക് ടെൻഡ് ചെയ്ത് പോയി. ഈ വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചില്ല, അതായത് ഇമാജിനറിയിലേക്ക് ടച്ച് ചെയ്യുന്ന വാല്യൂ കണ്ടുപിടിച്ചില്ല, അത് കണ്ടുപിടിക്കും. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ്, നമ്മളിവിടെ എന്തിനാ ഇത് തുടങ്ങിയത്? നമുക്ക് പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ എഫക്റ്റ് എന്ന് നോക്കിയാൽ, ആദ്യം സിംപ്ലി നമ്മൾ സാധാരണ പോൾസ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഒരു സിസ്റ്റം എന്തായിരുന്നു? സ്റ്റേബിൾ ആയിരുന്നു. ഇപ്പം നമ്മൾ ഒരു പൂൾ എക്സ്ട്രാ ആഡ് ചെയ്തത്, ഈ പൂളാണ് നമ്മൾ ആഡ് ചെയ്തത്. ഈ പൂൾ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി ഉള്ള സാധനം കുറച്ച് സ്റ്റെബിലിറ്റി കുറഞ്ഞ് കണ്ടീഷണലി സ്റ്റേബിളിലേക്ക് വന്നില്ലേ? അതായത് നിങ്ങളുടെ സ്റ്റെബിലിറ്റി അൾട്ടിമേറ്റ്ലി ഡിക്രീസ് ചെയ്യല്ലേ ചെയ്തത്? ശരിയല്ലേ? നിങ്ങളുടെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യല്ലേ ചെയ്ത്? അതാണ് നിങ്ങളുടെ കൺക്ലൂഷൻ പോയിന്റ്. ക്ലിയർ? ഇതിലൂടെ നമ്മൾ റൂട്ട് ലോക്കസ് എങ്ങനെ വരക്കുന്നതെന്ന് പഠിച്ചു. അറ്റ് ദ സെയിം ടൈം നമ്മൾ പഠിച്ചു സ്റ്റെബിലിറ്റി എന്താണ് കുറയുന്നു. അതായത് ദ കൺക്ലൂഷൻ ഈസ് ഇഫ് വി ആഡ് എ പോൾ, നമ്മളൊരു പോൾ, ഇഫ് വി ആഡ് എ പോൾ ടു എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നമ്മൾ പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദ സ്റ്റെബിലിറ്റി ഡിക്രീസസ്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിക്രീസ് ചെയ്തത്. ഇതാണ് അതിൻ്റെ പ്രൂഫും. ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് ലോക്കസ് വരക്കുന്നത്. ക്ലിയർ? ദിസ് ഈസ് ദ തിങ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഒരു പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റായിട്ട് പഠിക്കാനുള്ളത്. ഒരു പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി വിൽ ഡിക്രീസ്. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? എഫക്റ്റ് ഓഫ് ആഡിങ് എ സീറോ. ഒരു സീറോ ആഡ് ചെയ്തതിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നോക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു സീറോ ആഡ് ചെയ്തതിന് എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. എഫക്റ്റ് ഓഫ് ആഡിങ് എ സീറോ ടു ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് നമ്മളൊരു സീറോ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ അതേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതായത് നമ്മളെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് 4, നമ്മൾ നേരത്തെ പുതിയതായിട്ട് വരച്ച ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാൻ ഒരു സീറോ ആഡ് ചെയ്യുകയാണ്. അതാണ് എസ് പ്ലസ് 1. ഓക്കെ, അപ്പം നമുക്കിത് ആക്ച്വലി സ്റ്റെബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുക? ഇതിൻ്റെ അകത്ത് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അതായത് റൂട്ട് ലോക്കസ് ഒന്നും പ്ലോട്ട് ചെയ്യുന്നില്ല സാധാരണഗതിയിൽ. ഇവിടെ ഒരു സീറോ വരുന്നു.
ശരിയല്ലേ? ഇവിടെ ഒരു 0 വരുന്നു. ആ 0 വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് പ്ലെയിനിലേക്കാണ് പോവുക? റൈറ്റ് ഹാഫ് പ്ലെയിനിലേക്കാണ് പോവുക. ശരിയല്ലേ? അപ്പോൾ സെൻട്രോയിഡ് ആയാലും സെൻട്രോയിഡ് തന്നെ എന്ത് റൈറ്റ് ഹാഫ് പ്ലെയിനിലേക്ക് പോകുന്നു, കുറച്ച് സമയത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ S-1 വരും. പക്ഷേ ഇനി വേറെ കേസ് വരുമ്പോൾ S ചിലപ്പോൾ 1 വരാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ സിസ്റ്റം കുറച്ച് സ്റ്റേബിൾ ആണ്. ഓക്കെ, പക്ഷെ വാട്ട് ഹാപ്പൻസ് തന്നെ ഒരു 0 ആഡ് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം പോൾസ് എത്രയാണ് നോക്കാം. പോൾസ് എത്രയാണ്? 3. സീറോസ് എത്രയാണ്? 1. P-Z എന്താണ്? 2. അതായത് എത്ര ബ്രാഞ്ചസ് ഇൻഫിനിറ്റി ടെർമിനേറ്റ് ചെയ്യും? 2 ബ്രാഞ്ചസ് ഓഫ് റൂട്ട് ലോക്കസ് ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ 2 ബ്രാഞ്ചസ് ടെർമിനേറ്റ് ചെയ്യും. പോൾ 0 പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 0, പിന്നെ ആ രണ്ട് -1 ഉണ്ട്. -1 0, പിന്നെ -2, പിന്നെ ആരാ? -4. ആരാ? -4. ശരിയല്ലേ? എവിടെയാണ് റൂട്ട് ലോക്കസ് ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു പോളുണ്ട്, ഇവിടെ ലൈ ചെയ്യും. ഒബ്വിയസ്ലി ഇവിടെ ലൈ ചെയ്യും, ഈ പോയിന്റിൽ ലൈ ചെയ്യും. റൂട്ട് ലോക്കസ് എക്സിസ്റ്റ്. ഇവിടെ വെച്ച് നോക്കി ഇവിടെ 2 എണ്ണമുണ്ട്, അപ്പോൾ എന്താണ്? റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെ വെച്ച് നോക്കി 3 എണ്ണമുണ്ട്, ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ വെച്ച് നോക്കി ഇവിടെ 4 എണ്ണമുണ്ട്, റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഇവിടെയും ഇപ്പോൾ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നതൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചില്ല. ഇങ്ങനെയാണ് നമുക്ക് റൂട്ട് ലോക്കസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 2 സ്ഥലത്താണ് റൂട്ട് ലോക്കസ് വരുന്നത്, ഈ പോയിന്റും ഈ പോയിന്റും. അതാണ് റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി എവിടെയാണ് ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ടാവുക? ബ്രേക്ക് അവേ പോയിന്റോ ബ്രേക്ക് ഇൻ പോയിന്റോ അതെവിടെ ഉണ്ടാവുക? ബ്രേക്ക് പോയിന്റ് ഉണ്ടാവണമെങ്കിൽ കണ്ടീഷൻ എന്താ? 2 പോളിൻ്റെ ഇടയിലോ 2 സീറോൻ്റെ ഇടയിലോ എക്സിസ്റ്റ് ചെയ്യുന്ന ലൈൻ, അതിനാണ് റൂട്ട് ലോക്കസ് വരുന്നത്. ഇവിടെ ഒരു പോൾ ഒരു സീറോ ആണ്, ഇവിടെ ബ്രേക്ക് പോയിന്റ് ഉണ്ടാവും? ഇല്ല. ഇവിടെ 2 പോളിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഒരു ബ്രേക്ക് പോയിന്റ്. എങ്ങനത്തെ ബ്രേക്ക് പോയിന്റ്? ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ടാവുക. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, ഇനി നേരത്തെ പോലെ അസിംപ്ടോട്ട്സ് കാണാം. ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്സ് നമ്മൾ നേരത്തെ ഫോമിൽ വെച്ച് ചെയ്യുക. അപ്പോൾ θ1 ഇവിടെ എത്ര? P-2 അല്ലേ? അപ്പോൾ θ1 വിൽ ബി 90. ചെയ്ത് നോക്കണേ ഇത്. θ2 = 270. ക്ലിയർ? സെൻട്രോയിഡ് സിഗ്മ = 0 -2 -4 മൈനസ് ഓഫ് പോൾസ് മാത്രം നമ്മൾ ഇത്ര നേരം കണ്ടിരുന്നുള്ളൂ, 0 കണ്ടിരുന്നില്ല. 0 എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ ഓഫ് പോൾസ് മൈനസ് സമ്മേഷൻ ഓഫ് 0. 0 എന്ന് പറഞ്ഞാൽ ഇവിടെ -1 ആണ്, ഡിവൈഡഡ് ബൈ 2. ഇവർ ഉത്തരം വിൽ ബി -2.5. അപ്പോൾ സെൻട്രോയിഡ് എവിടെ മീറ്റ് ചെയ്യുന്നു? -2.5 സെൻട്രോയിഡ് ഉണ്ട്. ഇനി നമുക്ക് K കാണണം. K നമ്മൾ എങ്ങനെ കാണാം? 1 + G(s) × H(s) = 0 എന്നാണ് ലെവലിലാണ് ഇടുന്നത്. അപ്പോൾ 1 + K × S+1 ഡിവൈഡഡ് ബൈ S × S+2 × S+4 = 0. ഇതിൻ്റെ അകത്ത് K = -S × S+2 × S+4 ഡിവൈഡഡ് ബൈ S+1 dk/ds = 0. അപ്പോൾ ഇതിൻ്റെ അകത്ത് dk/ds = 0 dk/ds എടുക്കണം. ഓക്കെ, dk/ds എടുക്കുമ്പോൾ ഇത് കുറച്ച് tedious പ്രോസസ്സാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത്ര ഇല്ലെന്ന് ചോദിക്കില്ല, ഞാനിത് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ dk/ds നിങ്ങൾ എടുക്കാൻ പറ്റും നോക്കുക. എന്നിട്ട് യു വിൽ ബി ഗെറ്റിംഗ് എൻ ഇക്വേഷൻ 2s³ + 9s² + 12s + 18 = 0 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റുകൾ കിട്ടും. 2 പോയിന്റ് അല്ല, 2-3 പോയിന്റ്സ് കിട്ടും. അതിൽ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് കിട്ടും, അതാണ് -2.9. ഓക്കെ, നിങ്ങൾക്കൊരു -2.9 കിട്ടും. അത് മാത്രമേ വാലിഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതിൻ്റെ കാരണം എന്താ? -2.9 വരുന്നതിൻ്റെ കാരണം എന്താ? കാരണം അതാണ് ഇതിൻ്റെ ഇടയിൽ ലൈ ചെയ്യുന്നത്. -2ന് -4 ലൈനിൽ ചെയ്യുന്നത് നോക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക, നിങ്ങൾ ഇതിൻ്റെയൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക -2.9 മാത്രമേ ഒരു വാലിഡ് വാല്യൂ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ആ വാലിഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ ഇത് വരയ്ക്കുക. അപ്പോൾ ഇത് വരക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇവിടെ 0, ഇവിടെ ഒരു 0, മറ്റ് -1, ഇവിടെ ഒരു
പോൾ അറ്റ് -2, ഇവിടെ ഒരു പോൾ അറ്റ് -4. ശരിയല്ലേ? അപ്പം ഇവിടെയാണ് റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ബ്രാഞ്ചസ് മൂവ് ചെയ്യുന്നത്? ബ്രാഞ്ചസ് വിൽ മൂവ് ഫ്രം പോൾ ടു 0 ഓർ ഇൻഫിനിറ്റി. പോള് 0ലേക്ക് പോകും. ഇവിടെ ഒരു പോൾ, ഇവിടെ ഒരു 0. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ലോക്കസ് ഉണ്ടായിരുന്നു. ആ റൂട്ട് ലോക്കസ് ഉള്ള ആ സ്ഥലത്ത് മാത്രമേ ബ്രാഞ്ചസ് വരയ്ക്കാൻ പാടുള്ളൂ. റൂട്ട് ലോക്കസ് ഉള്ള സ്ഥലത്ത് മാത്രമേ ബ്രാഞ്ചസ് വരയ്ക്കാൻ പാടുള്ളൂ. ആ ബ്രാഞ്ചസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? പോളിൽ നിന്ന് 0ലേക്ക്. അപ്പോൾ പോളിൽ നിന്ന് 0ലേക്ക് പോകുന്നു, ഇങ്ങനെ പോകുന്നു. ക്ലിയർ? പോളിൽ നിന്ന് 0ലേക്ക് പോയി. ഇനി ഇവിടെയും റൂട്ട് ലോക്കസ് ഉണ്ടാവും. ഇവിടെ എങ്ങനെ ഉണ്ടാവുക? ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ടാകുമ്പോൾ ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ട്. ഇവിടുത്തെ ബ്രാഞ്ചസ് എങ്ങനെയാണ്? ഇവിടെ പോളിൽ നിന്ന് 2 പോളുകളാണല്ലേ. അപ്പോൾ 2 പോളുകൾ വന്നാൽ എങ്ങനെയാണ് ബ്രാഞ്ചസ് വരയ്ക്കുക? 2 പോളുകളും മീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരയ്ക്കുക അല്ലേ? കാരണം പോളിൽ നിന്ന് ഏതോ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആ പോയിന്റിലേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഉണ്ടാവും. ക്ലിയർ? ഇനി നമുക്കിവിടെ 2 പോയിന്റുകൾ ആവശ്യമുണ്ട്. ആദ്യം സെൻട്രോയിഡിനെയാണ് ആവശ്യം. സെൻട്രോയിഡാണ് മെയിൻ കാര്യം. ഇതാണ് സെൻട്രോയിഡ്. എത്ര? 2.5. സെൻട്രോയിഡിൻ്റെ ആവശ്യം എന്താ? സെൻട്രോയിഡിൽ നിന്നാണ് നിങ്ങൾ അസിംപ്ടോട്ട്സ് വരയ്ക്കുന്നത്. ശരിയല്ലേ? സെൻട്രോയിഡിൽ നിന്നാണ് നമ്മൾ അസിംപ്ടോട്ട്സ് വരയ്ക്കുന്നത്. അസിംപ്ടോട്ട് ഈസ് എ ലൈൻ ദാറ്റ് ടച്ചസ് ദ ഗ്രാഫ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. അസിംപ്ടോട്ട്സിൻ്റെ ആംഗിൾ ഏതൊക്കെയാണ്? 90യും 270യും. അപ്പോൾ നമുക്ക് ലൈനുകൾ എങ്ങനെ വരയ്ക്കാം? ഒരു ലൈന് ഒരു ലൈന് നേരെ മുകളിലേക്കും. ഐ വിൽ ഡ്രോ ഗൈസ്, 1 മിനിറ്റ്. യെസ്, ഓക്കെ. അപ്പം ഒരു ലൈന് 90യിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഒരു അസിംപ്ടോട്ട്. ശരിയല്ലേ? അപ്പോൾ ഇതൊരു അസിംപ്ടോട്ടാണ്. ഇത് ആക്ച്വലി ഇങ്ങനെ ഡോട്ടഡ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യാൻ, ഡോട്ടഡ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യാൻ പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അസിംപ്ടോട്ടുകൾ. അതായത് സെൻട്രോയിൽ നിന്ന് പോകുന്ന സാധനമാണ് അസിംപ്ടോട്ട് ലൈൻ. അത് നമ്മൾ വരച്ചു. എത്രയിൽ? 90യിലും 270. കാരണം മുകളിലേക്ക് 90 ആണെങ്കിൽ അടിയിലേക്ക് എത്രയാണ്? 270. ഓക്കെ. ഇനി അടുത്ത നമ്മുടെ പ്രോസസ്സ് എന്താ? അടുത്ത നമ്മുടെ പ്രോസസ്സ് ബ്രേക്ക് അവേ പോയിന്റ്. ബ്രേക്ക് അവേ പോയിന്റ് എത്രയിലാണ് വന്നത്? 2.9. ഓക്കെ, നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ചോ? ഇവിടെ 2.9 ആണ്. നമ്മൾ ഇത്രയും നേരം സെൻട്രോയിഡും ബ്രേക്ക് അവേ പോയിന്റും ഒക്കെ ഒന്നായിട്ടാണ് എടുത്തത്. ഇവിടെ ബ്രേക്ക് നേരത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ബ്രേക്ക് അവേ പോയിന്റ് ഇവിടെ 2.5ഉം ഇവിടെ നമ്മളെ സെൻട്രോയിഡ് 2.5, ബ്രേക്ക് അവേ പോയിന്റ് എത്രയാണ്? 2.9 ആണ്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്കായിട്ടാണ് ബ്രേക്ക് അവേ പോയിന്റ് വരിക. ബ്രേക്ക് അവേ പോയിന്റിന്റെ കൺസെപ്റ്റ് എന്താ? അപ്പോൾ ബ്രേക്ക് അവേ പോയിന്റ് സെൻട്രോയിഡ് രണ്ടും ഈക്വൽ അല്ലാന്ന് കിട്ടി അല്ലേ? ബ്രേക്ക് അവേ പോയിന്റിന്റെ കൺസെപ്റ്റ് എന്താണ്? ബ്രേക്ക് അവേ പോയിന്റിൽ നിന്ന് പോകുന്ന ആംഗിൾ, ഒരു ബ്രാഞ്ചിൽ നിന്ന് പോകുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ±180/n. അതായത് ±180 എത്ര ബ്രാഞ്ച്? ഈ ബ്രേക്ക് അവേ പോയിന്റിനെ ചുറ്റിപ്പറ്റി എത്ര ബ്രാഞ്ച്? ഒരു ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക്, ഒരു ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക്, 2 ബ്രാഞ്ച്. ±180, സോ ±90. അപ്പോൾ 90 ഡിഗ്രിയിലാണ് ബ്രേക്ക് അവേ പോയിന്റ് ആക്ട് ചെയ്യുക. അതായത് 90 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് മേലേക്ക് വരയ്ക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു 90 മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ചെറിയൊരു 90 ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ബാക്കി എങ്ങോട്ടേക്കാണ് ടെൻഡ് ചെയ്യുന്നത്? അതായത് ദ ബ്രാഞ്ചസ് from the breakaway point will eventually go towards the asymptote. അസിംപ്ടോട്ടിലേക്കാണ് ആ ബ്രേക്ക് അവേ പോയിന്റ് നിന്ന് ബ്രാഞ്ചുകൾ പോവുക. ഇപ്പം അസിംപ്ടോട്ട് ഇങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഈ ബ്രാഞ്ചുകളും ഈ ബ്രേക്ക് അവേ പോയിന്റിൽ നിന്ന് ബ്രാഞ്ചുകൾ എങ്ങോട്ടേക്ക് തന്നെയാണ് പോകേണ്ടത്? ആ അസിംപ്ടോട്ട് എവിടെയാണോ ഉള്ളത് അതിൻ്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുക. ക്ലിയർ? ഇതിങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മുടെ റൂട്ട് ലോക്കസ് ഉണ്ടാവുക. അതായത് അത് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അസിംപ്ടോട്ടിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നു. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് ലോക്കസ് വരയ്ക്കുന്നത്. മനസ്സിലായല്ലോ?
ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ റൂട്ട് ലോക്കസ് വരയ്ക്കുക. റൂട്ട് ലോക്കസ് വരയ്ക്കുന്നത് ക്ലിയർ ആവണം. ഓക്കെ, അപ്പം സ്റ്റെബിലിറ്റിനെ കുറിച്ച് വീണ്ടും നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ എൻ്റയർ ബ്രാഞ്ച് നമ്മൾ നോക്കുമ്പോൾ ഒരെണ്ണം പോലും റൈറ്റിലില്ല, എല്ലാതും ഏതാണ് ലെഫ്റ്റിലേക്ക് തന്നെയാണ് ഉള്ളത്. ശരി, ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലേക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലേക്ക് നോക്കുന്നത് മാത്രമല്ല നമ്മുടെ സിസ്റ്റം എന്താണ് സ്റ്റേബിളാണ്. ഓക്കെ, സിസ്റ്റം എന്താണ് സ്റ്റേബിളാണ്. ഓക്കെ, സിസ്റ്റം സ്റ്റേബിളാണെന്ന് മാത്രമല്ല നിങ്ങളൊരു 0 ആഡ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റെബിലിറ്റി കുറച്ചും കൂടി കൂടി. ഓക്കെ, നിങ്ങളൊരു 0 ആഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സ്റ്റെബിലിറ്റി കുറച്ചും കൂടി എന്ത് ചെയ്യുവാണ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതോറും മോർ സ്റ്റേബിൾ, അപ്പം മോർ സ്റ്റെബിലിറ്റിയിലേക്ക് അത് പോവുകയാണ്. ഓക്കെ, അപ്പം കൺക്ലൂഷൻ ഈസ് ദിസ്: ബൈ ആഡിങ് എ 0 the stability always increases. ഇതാണ് കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ റൂട്ട് ലോക്കസ് വരയ്ക്കുന്നത് ഇതിൻ്റെ അകത്ത് പഠിച്ചു. ഇങ്ങനെ 0 പോളും വന്നാൽ എങ്ങനെ മാറും എന്നോട് പഠിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, നിങ്ങൾ ഒരു പോളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റെബിലിറ്റി കുറയും. നിങ്ങളൊരു 0 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും കൂടും. ക്ലിയർ അല്ലേ? നിങ്ങൾ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതായിരുന്നു നമ്മുടെ ആ ഒറിജിനൽ സെക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് നമ്മളൊരു 0 ആഡ് ചെയ്തു. 0 ആഡ് ചെയ്തപ്പോൾ സ്റ്റെബിലിറ്റി കുറച്ചും കൂടി എന്ത് ചെയ്തു കൂടിയതായിട്ടാണ് നമ്മൾ കണ്ടത്. നേരെ മറിച്ച് ഇവിടെ നമ്മളൊരു പോള് ആഡ് ചെയ്തു. ഇതാണ് പോള് ആഡ് ചെയ്തപ്പോൾ സ്റ്റെബിലിറ്റി എന്ത് ചെയ്തു സ്റ്റെബിലിറ്റി കുറഞ്ഞു. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം, ഇതിൻ്റെ അകത്ത് നിന്ന് ഉറപ്പാണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്, ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ റൂൾ 6 വരെ പഠിച്ച സാധനങ്ങളാണ്. ഈ 2 റൂളും കൂടിയുണ്ട്, റൂൾ 7 ഉണ്ട്, റൂൾ 8 ഉണ്ട്. വളരെ സിമ്പിളാണ് ഇത്. ജനറലി പക്ഷേ റൂട്ട് ലോക്കസ് വരച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ, വരയ്ക്കാതെയും ചെയ്യാം. ഓക്കെ, അതിനുള്ള മെത്തേഡ് പറഞ്ഞുതരാം. അപ്പം റൂൾ നമ്പർ 7 ഈസ് intersection of root locus with imaginary axis. ഇവിടെ നമ്മൾ കണ്ടിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു ഇമാജിനറി ആക്സിസിൽ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ആ പോയിന്റ് റൂട്ട് ലോക്കസ് ഇമാജിനറി ആക്സിസ് ടച്ച് ചെയ്യുന്നു. ആ പോയിന്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു, അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ആ പോയിന്റാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ആ പോയിന്റ് വന്നതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം എന്തായത്, സിസ്റ്റം കണ്ടീഷണലി സ്റ്റേബിൾ ആയത്, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകുന്ന വിധത്തിലേക്ക് വന്നത്. ശരിയല്ലേ? അപ്പോൾ ആ പോകുന്ന വിധത്തിലേക്ക് വരാനുള്ള കാരണം നമ്മുടെ പോയത് കൊണ്ട് നമ്മുടെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്തു, സ്റ്റെബിലിറ്റി കുറഞ്ഞു. ശരിയല്ല? അപ്പോൾ ആ സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഇമാജിനറി ആക്സിസ് നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് എടുക്കുന്നത്. അതായത് ഇവിടെ ഈ വന്ന ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം, അതാകുമ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. അതായത് ഈ വന്ന ക്വസ്റ്റ്യൻ ഏതാണ്, വന്ന ക്വസ്റ്റ്യൻ ഇതല്ലേ, ഇത് വരയ്ക്കുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ ഇമാജിനറി ആക്സിസ് വന്നത് അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സോ വി ആർ ഡീലിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ, g of s into h of s equal to k divided by s into s plus 2 into s plus 4. ഇത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഏതോ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് ഇമാജിനറി ആക്സിസിൽ റൂട്ട് ലോക്കസ് ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ, ഈ റൂട്ട് ലോക്കസ് ഇമാജിനറി ആക്സിസിൽ ഇങ്ങനെ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിലെ പോൾസ് എങ്ങനെ ഉണ്ടാവുക, പോൾസ് ഇമാജിനറി ആക്സിസിലാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത്. അതായത് അവിടുത്തെ പോൾസ് എന്ന് പറയുന്നത് റിയൽ പോൾ ആയിരിക്കുമോ? അല്ലല്ലോ, ഇമാജിനറി പോൾസ് അല്ലേ. ഇമാജിനറി പോൾസോ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഇമാജിനറി പോൾസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലൈനിൽ ഇമാജിനറി ആക്സിസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ പറഞ്ഞു നമുക്ക് റൂട്ട് ക്രൈറ്റീരിയ കാണണം. അപ്പോൾ റൂട്ട് ക്രൈറ്റീരിയ കാണണമെങ്കിൽ ഈ ഇമാജിനറി ആക്സിസിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ 2 സീറോസ് നമ്മളെ റൂട്ട് ക്രൈറ്റീരിയയിൽ വരുന്നത്. 2 സീറോസ് മാർജിനലി സ്റ്റേബിൾ, കണ്ടീഷൻ ഓർക്കാൻ മാർജിനലി സ്റ്റേബിൾ. മാർജിനലി സ്റ്റേബിൾ വരുന്നത് ഇങ്ങനെ 2 സീറോസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓക്സിലറി ഇക്വേഷൻ എടുക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇമാജിനറി പോൾസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റൂട്ട് ക്രൈറ്റീരിയയിലെ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ എടുത്താൽ മതി. ക്ലിയർ? അതാണ് കൺക്ലൂഷൻ. അപ്പം ഈ തന്നിരിക്കുന്ന സാധനത്തിൻ്റെ റൂട്ട് ക്രൈറ്റീരിയ കണ്ട് അതിൽ വരുന്ന വാല്യൂ നോക്കുക. അപ്പോൾ ഏത് വാല്യൂവിലാണ് കെ ഇൻ്റർസെക്ട് ചെയ്യുന്നത് കിട്ടും. ആ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓക്സിലറി ഇക്വേഷൻ എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് റൂട്ട് ലോക്കസ് വരച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്തരത്തിലും കിട്ടും. ഓക്കെ. അപ്പോൾ എങ്ങനെ കിട്ടും? നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുക. എന്താണ് നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പറഞ്ഞിരുന്നു അല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഇവിടെ 1 + g(h) ചെയ്യുമ്പോൾ k = s³ എന്നല്ലേ കിട്ടിയത്. അപ്പോൾ ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക? ഇതിൻ്റെ അകത്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ s³ + 6s² + 8s + k = 0. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എഴുതുക s³ + 6s² + 8s + k = 0. ഇതെങ്ങനെ കിട്ടിയത്? 1 + g(h) = 0 ചെയ്താൽ മതി, നിങ്ങൾക്കിത് കിട്ടും. അത് ചെയ്ത് നോക്കണേ. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മളൊരു റൂത്തിലേക്ക് മാറ്റുക. റൂത്ത് മാറ്റുമ്പോൾ s³ s2 1 8 റൂത്തൊക്കെ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് സ്പീഡിലേക്ക് പോകുന്നത്. 1 6 k s⁻1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 48 - k/6 s⁻0 k. ശരിയല്ലേ? അപ്പം പ്യുവർലി ഇമാജിനറി വേണമെങ്കിൽ എസിൻ്റെ ഏതോ ഒരു പവർ 0 ആവും. ഏതോ ഒരു പവർ 0 ആയാലും മാത്രമേ നിങ്ങൾക്ക് ഇമാജിനറി കിട്ടൂ. ഇവിടെ ഏത് പവർ ആയിരിക്കും 0 ആവുക? ഇവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഈ k > 0 ആണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് കെൻ്റെ വാല്യൂ ഇപ്പോൾ റീജിയനാണ് ചോദിക്കുന്നത്, നമുക്ക് പറയാം ഒരു വാല്യൂ എന്താണ് 0യേക്കാൾ മുന്നിലാണ്. അപ്പോൾ ഒരു വാല്യൂ കിട്ടി, എന്താണ് k > 0. പക്ഷേ റേഞ്ച് അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് എക്സാക്ട് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണോ k വരുന്നത് ആ റോൻ്റെ പവർ എസിൻ്റെ പവർ 0 ആയിരിക്കണം. അപ്പം ഇവിടെ s⁻1 ആണ്. അപ്പോൾ ഈ റോ ആണ് എന്ത് ചെയ്യുന്നത്? 0 ആവുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് എഴുതണം 48 - k = 0. ദാറ്റ് മീൻസ് k = 48. ക്ലിയർ? k 48 കിട്ടി. 48 കിട്ടുമായിരുന്നു നമ്മൾ ഒന്നാമത്തെ ലക്ഷ്യം, അതായത് ആ പോയിന്റ്. പക്ഷെ ആ 48 എന്ന് പറഞ്ഞാൽ k മാത്രമാണ്, ആ പോയിന്റ് അല്ല. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എസ് കിട്ടണം. ശരിയല്ല? അപ്പോൾ പോയിന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഓക്സിലറി ഇക്വേഷൻ എടുക്കണം. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഓക്സിലറി ഇക്വേഷൻ ആസ് 6s² + k = 0. ഈ k ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 6s² + 48 = 0. s² + 6 = 0. So s will be equal to ± j × 2√2. ശരിയല്ലേ? j × 2√2. 6 എന്ന് പറഞ്ഞാൽ നമുക്ക് 2² 4 j√2 കറക്റ്റാ. 4√2 j√2. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ നിങ്ങളുടെ കെൻ്റെ വാല്യൂ 48 ആകുമ്പോഴുള്ള നിങ്ങളുടെ പോയിന്റ്സ്. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് ആക്ച്വലി നിങ്ങളവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏത് പോയിന്റ്സ്? ഇവിടെ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പറഞ്ഞ പോയിന്റ് ഇല്ലേ? ഈ പോയിന്റാണ് ഏതൊക്കെ? ഈ ചെയ്തു തന്നിരിക്കുന്നത്, അതായത് +j2√2 -j2√2. സോ ദീസ് പോയിന്റ്സ് ആർ +j2√2 ഇതാണ് -j2√2. ക്ലിയർ ആയോ? ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻ്റർസെക്ഷൻ പോയിന്റ്. ആ ഏത് സമയത്ത് കിട്ടിയ? k എത്രയിലാണ്? 48. ശരിയല്ലേ? k 48 കിട്ടിയത്. k 0 തുടങ്ങി k 48 ആകുമ്പോൾ നമുക്ക് ഈ പോയിന്റിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തു. k ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുക, kൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് നമ്മൾ കാണിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് റേഞ്ച് ചോദിച്ചതിന് നമുക്കറിയാലോ. അതായത് നിങ്ങളുടെ സിസ്റ്റം സ്റ്റേബിൾ ആവുന്ന റേഞ്ച് ഏതാണ്? 0 <k <48. ഈ സിസ്റ്റം മാർജിനലി സ്റ്റേബിൾ ആവുന്ന വാല്യൂ ഏതാ? 48 അല്ലേ?
ഇവിടെ എഴുതിക്കോ മാർജിനലി സ്റ്റേബിൾ. മാർജിനലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആക്സിസിൻ്റെ അകത്തൊരു പോളി വരിക അല്ലേ. അപ്പം കെ എത്രയാണ് 48. ഇനി എപ്പോഴാണ് അൺസ്റ്റേബിൾ ആവുന്നത്? നിങ്ങളുടെ കെ ഗ്രേറ്റർ ദാൻ 48 ആകുമ്പോൾ അത് അൺസ്റ്റേബിളും ആവും. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മളത് കണ്ടുപിടിക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഒന്നും ചെയ്യാനില്ല. കാരസി ഇക്വേഷൻ എടുക്കുക, അതിൽ ആ വരുന്ന റോൾ എവിടെയാണ് ഇമാജിനറി ആക്സിസ് വരുന്നത് ആ കെ കണ്ടുപിടിക്കുക, ഓക്സിലറി ഇക്വേഷൻ ഫൗണ്ട് ചെയ്യുക, അവിടുത്തെ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, കെ കിട്ടും. അങ്ങനെ നമുക്ക് ഗ്രാഫിൽ വേണമെങ്കിൽ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം, അല്ലാതെ ചോദിച്ചാൽ അല്ലാതെയും ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി ഇത് നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗം കൂടി ഉണ്ട്. ഇത് ഓക്കെ, ആ ഇൻ്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ ഗ്രാഫിക്കലിയും കൂടി ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കെൻ്റെ ഗ്രാഫിക്കലി ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ കിട്ടുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടെ വേറൊരു സാധനം കൂടി കണ്ടിട്ടുണ്ട് ഈ ഫിഗറിൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നിങ്ങളുടെ അസിംപ്ടോട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് ഈ നമ്മുടെ ബ്രേക്ക് അവേ പോയിന്റ് ഇമാജിനറി ആക്സിസിൽ മുട്ടുമ്പോൾ ഉള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇനി ഇതുപോലെ നിങ്ങൾ നോക്കൂ, ഇത് അസിംപ്ടോട്ട്സ് പോയിട്ടും ഈ ബ്രാഞ്ചിൽ എവിടെയും മുട്ടുന്നില്ലേ? അതെവിടെയാ? ഇവിടെയും മുട്ടുന്നില്ലേ? അപ്പോൾ അവിടെ മുട്ടുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കണം. അതായത് ഇന്റർസെക്ഷൻ ഓഫ് അസിംപ്ടോട്ട്സ് വിത്ത് ഇമാജിനറി ആക്സിസിൽ മുട്ടുന്ന അസിംപ്ടോട്ട്സിന് ഇൻ്റർസെക്ഷൻ പോയിന്റുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ നേരത്തെ ആ ഫിഗർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 0, ഇതെത്രയാണ് -2, ഇതെത്രയാണ് -4. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 3 അസിംപ്ടോട്ടുകളുണ്ടായ, ഒന്നിങ്ങനെ 180, പിന്നെ ഒന്നിങ്ങനെ. നമ്മുടെ പ്രയോറിറ്റി ഇത് രണ്ടും കണ്ടുപിടിക്കലാണ്. ശരിയല്ലേ? ഈ ആംഗിൾ എത്രയായിരുന്നു? 60. ശരിയല്ലേ? അപ്പം എന്താ പറഞ്ഞു വരുന്നത് നോക്കാം. നമുക്ക് ഈ പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? അതായത് 0 to 2 പോകുന്നപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 2. സപ്പോസ് ഇതിനെ ഞാനൊരു എക്സ് എന്ന് എടുക്കുന്നു. ഈ ഡിസ്റ്റൻസ് നമുക്കറിയില്ല, എക്സ് എന്ന് എടുക്കുന്നു. ഞാനിവിടെ ഈ സൈഡിൽ tan 60 കണ്ടുപിടിക്കുന്നു. tan 60 എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ആരാ? എക്സ് ബൈ അഡ്ജസൻറ്റ് ആരാ? 2. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ് കിട്ടും എത്ര? 2 tan 60. tan 60 is √3. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി എത്ര? √3. 2√3 എന്ന് കിട്ടി. ശരിയല്ലേ? എത്ര കിട്ടി നമുക്ക്? 2√3. ഈ 2√3 ആണ് നിങ്ങളുടെ ഈ ഹൈറ്റ്. അതായത് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും 2√3 എന്നല്ല അർത്ഥം. അപ്പോൾ ഇത് എത്രയാണ്? ഇത് പ്ലസ് എങ്ങനെ വരും? വെറുതെ പ്ലസ് അല്ല, അത് ഇവിടെ നിങ്ങൾ മനസ്സിലായ മാർക്ക് ചെയ്ത് 2√3. ഇതെന്താണ്? -2√3. ക്ലിയർ അല്ലേ? കോംപ്ലക്സ് ഫോം ആയതുകൊണ്ട് ജെ. അപ്പോൾ ജെ 2√3യും -j2√3 ആണ് നിങ്ങളുടെ ആൻസർ വരിക. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഞാനിത് പ്ലസും മൈനസും എടുത്ത്? നമ്മൾ ആദ്യം ഒരു പോയിന്റ് പഠിക്കുന്നുണ്ട്. എന്താണ്? ദ റൂട്ട് ലോക്കസ് ഈസ് ഓൾവേസ് സിമെട്രിക്കൽ. ഓക്കെ, റൂട്ട് ലോക്കസ് ഈസ് ഓൾവേസ് സിമെട്രിക്കൽ. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്ത് പോയിന്റ് കിട്ടുക അത് തന്നെ നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് നിങ്ങൾ ഇൻ്റർസെക്ഷൻ വിത്ത് ഇമാജിനറി ആക്സിസ്. ഇതും ചോദിക്കാം, ഇൻ്റർസെക്ഷൻ വിത്ത് ഇമാജിനറി ആക്സിസ് കാണണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. പക്ഷേ അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ റൂട്ട് ലോക്കസ് വരച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾക്കത് കിട്ടില്ല. റൂട്ട് ലോക്കസ് വരയ്ക്കാൻ വേണ്ടി എല്ലാം വരക്കൊന്നും വേണ്ട, ഏത് മാത്രമേ വരക്കുള്ളൂ? അസിംപ്ടോട്ട്സ് എങ്ങനെ വരുന്നു, എങ്ങനെ ലൈ ചെയ്യുന്നു വരക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻ്റർസെക്ഷൻ കാണാം, സിമ്പിളായിട്ട് കാണാം. അപ്പോൾ ഈ വാല്യൂസ് എത്രയാണ്? ഇറ്റ് ഈസ് j2√3. ഇതെത്രയാണ്? -j2√3. ക്ലിയർ? ഇനി ഇതല്ല, ഇതിനൊരു എളുപ്പവഴിയുണ്ട്, അതും കൂടി വേണമെങ്കിൽ എഴുതി വെച്ചോ. നിങ്ങളുടെ ഇൻ്റർസെക്ഷൻ കാണാൻ ഇത്ര ചെയ്താൽ മതി. ഇൻ്റർസെക്ഷൻ = ± j സിഗ്മ tan θ1. നിങ്ങളുടെ ഫസ്റ്റ് അസിംപ്ടോട്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. ഫസ്റ്റ് അസിംപ്ടോട്ടിൻ്റെ tan θ1 എടുക്കുക. tan θ1 എത്രയാണ്? അതെടുക്കുക. ആ θ1 എടുക്കുക. സിഗ്മ എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് എടുക്കുക. അതിൻ്റെ ± j കേട്ടാലും കിട്ടും. അപ്പോൾ ഇതും നമുക്ക് ഗ്രാഫ് ഇല്ലാതെ ചെയ്യാം എന്നുള്ളതിൻ്റെ തെളിവാണ്.
ഓക്കെ, അപ്പോൾ ഗ്രാഫ് ഉള്ളതും ചെയ്യാം ഇല്ലാതും ചെയ്യാം. അപ്പോൾ പരീക്ഷയ്ക്ക് എന്തുവാണെങ്കിൽ ചോദിക്കുക. അതാണ് പറയുന്നത്, എപ്പോഴും റൂട്ട് ലോക്കസ് വരച്ചിട്ടേ കിട്ടുന്നുള്ളൂ ഒന്നുമില്ല, അതിനില്ലാത്ത മെത്തേഡ്സും ഈ പറഞ്ഞ പോലെ ഉണ്ട്. ഓക്കെ, സോ അതാണ് നമ്മളെ അതിൻ്റെ കാര്യം. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഐദർ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്ത് നമുക്ക് റൂട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കെ കണ്ടുപിടിക്കാം. ഇനി അതല്ല, നമുക്ക് ഗ്രാഫിക്കലിയും കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഗ്രാഫിക്കലി കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വാല്യൂ ഓഫ് കെ ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ക്രൈറ്റീരിയ. റൂട്ട് ലോക്കസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു 2 ക്രൈറ്റീരിയ ഉണ്ട്. എന്തൊക്കെ? മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയയും ആംഗിൾ ക്രൈറ്റീരിയനും. അപ്പോൾ നിങ്ങളുടെ കെ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആംഗിൾ ക്രൈറ്റീരിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെദർ ദ റൂട്ട് ലോക്കസ് ലൈസ് ഹിയർ ഓർ നോട്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. ശരിയല്ലേ? ഈ ആംഗിൾ ക്രൈറ്റീരിയ കണ്ടുപിടിക്കുന്നത് അതിന് മാത്രമാണ്. അവിടെ അതിൻ്റെ വാല്യൂ, കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ എന്ത് ക്രൈറ്റീരിയ? മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയ എന്തായിരുന്നു? മോഡുലസ് ഓഫ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രകാരം കെ ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാണ്? എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ഓക്കെ, സപ്പോസ് ഇതാണെന്ന് വിചാരിക്കും. അപ്പം കെ, അപ്പോൾ നമുക്ക് കെ വിൽ ബി ഈക്വൽ ടു മോഡൽ ഓഫ് എസ് എസ് ഇൻറ്റു മോഡലസ് ഓഫ് എസ് പ്ലസ് 1 ഇൻറ്റു മോഡൽ ഓഫ് എസ് എസ് പ്ലസ് 2 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം മോഡലസ് ഓഫ് എസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എങ്ങനെ എഴുതാം? മോഡലസ് ഓഫ് എസ് മൈനസ് 0 പ്ലസ് മോഡലസ് ഓഫ് എസ് മൈനസ് -1 ഇൻറ്റു മോഡലസ് ഓഫ് എസ് മൈനസ് -2 എന്നുള്ള ലെവലല്ലേ ഇത്. അതായത് ഈ എസിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഒറിജിനിൽ നിന്ന് എത്ര വാല്യൂ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് മാറുന്നു അല്ലേ. അതായത് കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ കിട്ടുക? ഇറ്റ് വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം പോൾസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അതായത് ഇതിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? കെ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കെ ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 4 ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് കെ എന്ന് കിട്ടുന്നത് എന്തായിരിക്കും? ഇത് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പറയണം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? കെ വിൽ ബി മോഡ് എസ് ഇൻറ്റു മോഡ് എസ് പ്ലസ് 2 ഇൻറ്റു മോഡ് എസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1. അതായത് നിങ്ങൾ ഈ കെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ഈ കെ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താ? ഇതൊക്കെ നിങ്ങളുടെ പോൾസ് ആയിരുന്നു. ഇതാരായിരുന്നു? ഇത് നിങ്ങളുടെ 0 ആയിരുന്നു. അതായത് ദ ഡിസ്റ്റൻസ് ഓഫ്, അതായത് നിങ്ങൾക്ക് കെ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ തന്നെ എഴുതി വയ്ക്കാം. കെ ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം പോൾസ് ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം സീറോസ്. ഇത്തരത്തിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? കെ കണ്ടുപിടിക്കാം. അവിടെ കെ എത്ര വാല്യൂ വരുന്നു എന്നുള്ള ലെവലിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് നോക്കിയിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കെയുടെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് എന്തുവെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കെയുടെ വാല്യൂ അറ്റ് എനി പോയിന്റ്, ഇത് എന്തിനാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ അറ്റ് എനി പോയിന്റ് ഓൺ റൂട്ട് ലോക്കസ്. ഓക്കെ, കെൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കെൻ്റെ വാല്യൂ എത്രയാണ്? റൂട്ട് ലോക്കസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കെൻ്റെ വാല്യൂ എത്ര കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ മെത്തേഡ്. ഓക്കെ, നമുക്ക് ഒബ്ജക്റ്റീവ്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇത് ക്ലിയർ ആവും. ഇപ്പോൾ നിങ്ങളിത് എഴുതി വെക്കുക. ഇനി ഇത് ഗ്രാഫിക്കലി കാണാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഗ്രാഫിക്കലി എങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ പോൾസുകളുള്ളത്. ഇവിടെ ഒരു പോള്, ഇവിടെ ഒരു 0, ഇവിടെ ഒരു പോള്, ഇവിടെ ഒരു പോള്. ശരിയല്ലേ? നമ്മുടെ റൂട്ട് ലോക്കസ് എങ്ങനെയാണ് വന്നത് ഓർക്കുന്നുണ്ടോ? അതിങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ ചെറിയൊരു ബെൻഡൊക്കെ ആയിട്ടാണ് വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ പോയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം സപ്പോസ് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇമാജിനറി ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, അതായത് ഈ പോയിന്റ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കും. ഈ പോയിന്റിനെ സപ്പോസ് ഇതൊരു എസ് എന്ന് വിളിച്ചു.
അപ്പോൾ ഈ പോയിന്റിലുള്ള അതായത് ഈ പോയിന്റിലുള്ള കെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ കെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് എല്ലാ പോൾസിലും സീറോയിലേക്കും ലൈൻ ഡ്രോപ്പ് ചെയ്യുക. 1 2 3 4 ലൈൻ ഡ്രോപ്പ് ചെയ്തു. ലൈൻ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനെ എല്ലാം നെയിം ചെയ്യുക. L1 L2 L3 L4 എന്ന് നെയിം ചെയ്തു. വാട്ട് ഈസ് കെ ഈസ്, ഇതാണ് ഞാനിപ്പം പറഞ്ഞ ഫോമുല അപ്ലൈ ചെയ്യുക. പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം പോൾസ് ഡിവൈഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം സീറോസ്. പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം പോൾസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് പോൾസിൻ്റെ പ്രൊഡക്റ്റ് L1 ഇൻറ്റു അത്ര ഏതാ L3 ഇൻറ്റു L4 ഡിവൈഡ് ബൈ സീറോസിലുള്ള ഡിസ്റ്റൻസ് അത്ര L2. സോ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രൊഡക്റ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഏതൊരു വാല്യൂ ഉണ്ട് നിങ്ങൾ ഇമാജിനറി ആക്സിസിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ട് ലോക്കസിലുള്ള, ഇമാജിനറി ആക്സിസ് അല്ല റൂട്ട് ലോക്കസ്, ഇമാജിനറി ആക്സിസ് എന്ന് പറയാൻ പാടില്ല. ഇതാ നിങ്ങൾ ഈ റൂട്ട് ലോക്കസ് ഇതായിരുന്നല്ലോ, ഈ റൂട്ട് ലോക്കസിലുള്ള ഏത് വാല്യൂ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ക്ലിയർ? ഇതാ അപ്പം ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ റൂട്ട് ലോക്കസിൽ, ഇമാജിനറി ആക്സിസ് എന്ന് പറയാൻ പാടില്ല, റിപ്പീറ്റ്, ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ്, മനസ്സിലായത്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സാധനം. ഇത് ഈ റൂട്ട് ലോക്കസ്, ഇതിനാണ് നമ്മൾ റൂട്ട് ലോക്കസ് എന്ന് പറയുക. ഈ റൂട്ട് ലോക്കസിലെ ഏതൊരു പോയിന്റിൻ്റെയും കെ, അത് ഏത് കെയിൽ ലൈ ചെയ്യുന്നു, അതായത് ആ കെൻ്റെ വാല്യൂ, ആ കെയിൽ ലൈ ചെയ്യുന്ന വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാവുന്നൊരു പോയിൻ്റാണത്. ഓക്കെ, വലിയൊരു പ്രശ്നമില്ലാത്തൊരു പോയിൻ്റാണ്. ഓക്കെ, നൗ ഐ വിൽ ഡു എ പ്രോബ്ലം. റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യണം. ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയ ഉടനെ പോൾസും സീറോസ് ചെയ്താൽ 2 പോള് 1 0, 1 ബ്രാഞ്ച് വിൽ ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ശരിയാണല്ലോ, ഒരു ബ്രാഞ്ച് ഇൻഫിനിറ്റി ടെർമിനേറ്റ് എന്ന് മനസ്സിലായി. അതിന് അതെവിടെയൊന്ന് പോയി നോക്കണം നമ്മൾ അല്ലേ. അപ്പം ഇവിടെ ഇവിടെ ഒരു 0 ഉണ്ട്, അല്ല പോളുണ്ട്, കാരണം എസ് ഈക്വൽ 0. പിന്നെ -1 ഒരു പോളുണ്ട്. പിന്നെ -2 0 ആണ് ഗൈസ്. ഓക്കെ, -2 എന്താണ്, ഒരു 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി റൂട്ട് ലോക്കസ് വെച്ച് നോക്കുക, അതായത് ഇവിടെ ഒരു വര വെക്കുക, റൈറ്റിലേക്ക് നോക്കുക, നോക്കുമ്പോൾ ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പം മനസ്സിലായി ഇവിടെ ഒരു റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇനി ഇവിടെ വെച്ച് നോക്കുക, ഇവിടത്തേക്ക് 2 പോയിൻ്റാണ്, റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ഇവിടെ ഒരു വര വരച്ച് നോക്കുക, ഇങ്ങോട്ടേക്ക് നോക്കുക, അപ്പോൾ ഒരു 3 എണ്ണം ഉണ്ട്, 1 2 3, അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇവിടെയും റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യും, ഇവിടെയും റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ? അപ്പം ഇവിടെ ഇനി ഏതാണ് ബ്രേക്ക് അവേ, ബ്രേക്കിന് എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 2 പോൾസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. 2 പോൾസിൻ്റെ ഇടയിലാണ്, 2 പോൾസിൻ്റെ ഇടയിലാണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബ്രേക്ക് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഈ 2 പോൾസ് ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ആരുണ്ട്, ഒരു 2 പോൾസിൻ്റെ ഇടയിൽ അങ്ങനെ നമുക്ക് പറയാം അവിടെ എന്താണ്, ഒരു ബ്രേക്ക് എവേ പോയിന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കുമ്പോൾ ഒരു 0 ഉണ്ട്, ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ട് എന്ന് പറയുന്നു. റൂട്ട് ലോക്കസ് ഉണ്ടാവും, നമുക്ക് ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ഇവിടെ 0 ആണ്. അപ്പോൾ 0 ആകുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇന്നാ വരിക, അല്ലാണ്ട് ബ്രേക്ക് അവേ അല്ലല്ലോ. കാരണം 2 0 വേണം, 2 0 വേണം. പക്ഷെ 2 0 ഇല്ല, ഇവിടെ ഒറ്റ 0 ഉള്ളൂ. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രാഞ്ച് എങ്ങോട്ടേക്ക് ടെർമിനേറ്റ് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്ക് ടെർമിനേറ്റ് ചെയ്യും. അപ്പം നിങ്ങളുടെ ഒരു 0 ആണല്ലോ ഇവിടെ ബാക്കിയുള്ളത്, കാരണം 2 പോൾസും ഒരു 0 അല്ലേ. അപ്പോൾ ഇനി ഒരു 0 കൂടി ആവാം. ആ 0 എവിടെ ഉണ്ടാവുക, ഇൻഫിനിറ്റിയിൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി നമ്മൾ പറയും ഇവിടെ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്തതല്ലേ, അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ എന്തുണ്ടാവും, ഒരു ബ്രേക്ക് പോയിന്റ് ഉണ്ടാവും. ആ ബ്രേക്ക് പോയിന്റ് എങ്ങനത്തെയാണ്, ബ്രേക്ക് ഇൻ പോയിന്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ബ്രേക്ക് ഇൻ പോയിന്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ബ്രേക്ക് പോയിന്റും കണ്ടുപിടിക്കേണ്ടവരും ബ്രേക്ക് അവേ കണ്ടുപിടിക്കേണ്ടവരും ബ്രേക്ക് ഇൻ ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് അനാലിസിസ്. ഇനി നമുക്ക് തീറ്റ കാണണം, ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്.
ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് കാണണമെങ്കിൽ പി മൈനസ് സെഡ് ഈക്വൽ ടു എത്രയാണ് 1. ഒറ്റ ആംഗിൾ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഒറ്റ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം 2 × 0 + 1 ഡിവൈഡഡ് ബൈ പി മൈനസ് സെഡ് 1 × 180. അപ്പോൾ എത്രയാണ് 0 ആംഗിൾ 180 തന്നെ ആയിരിക്കും. അപ്പോൾ 180 തന്നെയാണ് നിങ്ങളുടെ അസിംപ്റ്റോട്ട്. ഇനി സെൻട്രോയിഡോ, സെൻട്രോയിഡ് 0 - 1 മൈനസ് ഓഫ് -2/1. അപ്പോൾ ഉത്തരം -1 + 2 1 1/1 1. അപ്പോൾ സെൻട്രോയിഡ് 1. അപ്പോൾ സെൻട്രോയിഡ് അറ്റ് 1. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ 1 ഇവിടെ ഫോം ചെയ്യാം 1 + k × s + 2 ഡിവൈഡഡ് ബൈ s × s + 1 = 0. വിൽ ബി ഗെറ്റിംഗ് k ആസ് -s × s + 1 ഡിവൈഡഡ് ബൈ s + 2. സോ dk/ds = -s + 2 × 2s + 1 ആണ് കിട്ടുക. -s² + s നമ്മൾ ചെയ്ത് നോക്കണേ ഡിവൈഡഡ് ബൈ s + 2 ഹോൾ² എന്നാണ് കിട്ടുക. ഇതിനെ നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. ഇതിന് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ s² + 4s + 2 0 കിട്ടും. s = we will be getting s = -2 ± √2. -2 + √2 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി -1.414 ആണല്ലോ √2. അപ്പോൾ -3.414 -0.586 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റ്സ് കിട്ടി. അതായത് ഈ 2 പോയിന്റ്സിലാണ് നിങ്ങളുടെ ബ്രേക്ക് പോയിന്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് പോയിന്റുകളാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. -2 + √2 -2 -√2. ഓക്കെ. ഇനി ഇത് ബ്രേക്ക് ഇന്നാണോ ബ്രേക്ക് ആവയാണോ നമ്മളെങ്ങനെ നോക്കുക? നിങ്ങൾ റൂട്ട് ലോക്കസ് ചെക്ക് ചെയ്യുക. 2 പോൾസിൻ്റെ ഇടയിലാണ് ഒരു വാല്യൂ വരുന്നത്. പോൾസിൻ്റെ ഇടയിൽ വരുന്ന വാല്യൂ എത്രയാണ്? 0 നിന്ന് -1 ഇടയ്ക്ക്. അതായത് ഇത് 0 നിന്ന് -1 ഇടയ്ക്കല്ലേ. അതായത് ഇത് എന്ത് പോയിന്റ് ആയിരിക്കും? ഇതൊരു ബ്രേക്ക് എവേ പോയിന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി -2 നിന്ന് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോയിന്റ് വാല്യൂ കൊണ്ടിരിക്കുക. അപ്പോൾ -2 നിന്ന് ഇൻഫിനിറ്റിയിലേക്കുള്ള ഏത് വാല്യൂ ആവാം. ഇത് -3 ആണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു എന്ത് പോയിൻ്റാണ്? ബ്രേക്ക് ഇൻ പോയിൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഒരു ഡ്രോ ചെയ്യുവാണെങ്കിൽ നമുക്കെങ്ങനെ വരും? ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇത് റിയൽ പാർട്ട് ഓഫ് എസ്, ഇത് ഇമാജിനറി പാർട്ട് ഓഫ് എസ്, ഇത് 0, ഇതെത്രയാണ്? ഇത് 1, ഇത് എത്രയാണ്? ഇത് -2. ശരിയല്ലേ? അപ്പം ഇത് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഇതാ ഇവിടെ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇതാ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിൻ്റാണ് എത്ര? -0.586. ഇവിടെയും ഒരു ബ്രേക്ക് പോയിന്റ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ബ്രേക്ക് പോയിന്റ് വരുന്നതെന്ന് പറഞ്ഞത്. ആ ബ്രേക്ക് പോയിന്റ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എവിടെയെങ്കിലും വന്ന് ജോയിൻ ചെയ്ത് പിന്നെ അവിടെ നിന്ന് പോവുക ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് മനസ്സിലാവും ഇവിടെ 0 വന്ന സ്ഥിതിക്ക് 0 ആ ബ്രേക്ക് പോയിന്റിലേക്കാണ് ഇൻഫിനിറ്റി എന്ന് വരിക. ഓക്കെ. അപ്പോൾ ബ്രേക്ക് പോയിന്റിലേക്ക് ഇൻഫിനിറ്റി എന്ന് വരണം. അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. ഇത് 0ൻ്റെ കേസാണ്. 0ൻ്റെ കേസ് ആയതുകൊണ്ടാണ് അങ്ങനെ വരിക. ഓക്കെ. ബ്രേക്ക് പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ബ്രേക്ക് പോയിന്റിലേക്ക് വരണം. ഇനി അതല്ല നമ്മുടെ പോൾസ് ആണെങ്കിൽ ബ്രേക്ക് പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോവാം. ബ്രേക്ക് പോയിന്റ് എന്നല്ല, ആ പോളിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോവാം. 0 ആകുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോളിൽ 0ലേക്ക് വരണം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരും. ഇത് രണ്ടും മീറ്റ് ചെയ്യും. ഈ കിട്ടിയ പോയിൻ്റാണ് നമ്മൾ ഈ പറയുന്ന -3.414. ഓക്കെ. അങ്ങനെയാണ്. അതായത് പോളും ഇവിടെ ഒരു പോളാന്ന് വിചാരിക്കും -2 എന്ന് വരും. ഇവിടെ പോളാണെങ്കിൽ അത് ഇൻഫിനിറ്റിയിലേക്ക് പോവുക ചെയ്യുക. ഇറ്റ് വിൽ ബി ടെർമിനേറ്റിംഗ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ. ദെൻ നമ്മൾ 0ലേക്ക് ആണ് നമ്മൾക്ക് അവിടെ കാണുന്നതെങ്കിൽ നമുക്ക് 0ലേക്ക് സാധനം വരിക ചെയ്യുക. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഓക്കെ. അപ്പം ഇത് മൈനസ് ഇത്. അപ്പോൾ നമ്മളിവിടെ റൂട്ട് ലോക്കസ് എങ്ങനെ വരക്കും? ഇവിടെയാണൊരു കൺസെപ്റ്റ് ഉള്ളത്. അതായത് 2 പോയിന്റ്സ് കിട്ടി. അതിനാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. ഓക്കെ. 2 പോയിന്റ്സ് കിട്ടി. നിങ്ങൾക്ക് ബ്രേക്ക് അവേയും ബ്രേക്ക് ഇന്നും തന്നിട്ടുണ്ടെങ്കിൽ ദ ലൈൻ വിൽ സ്റ്റാർട്ട് അറ്റ് ബ്രേക്ക് അവേ പോയിന്റ് ആൻഡ് എൻഡ് അറ്റ് ബ്രേക്ക് ഇൻ പോയിന്റ്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രേക്ക് അവേ പോയിന്റ്, എൻഡ് ചെയ്യുന്ന ബ്രേക്ക് ഇൻ പോയിന്റ്. അപ്പം ബ്രേക്ക് അവേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് ഇൻ പോയിന്റിലേക്ക് വരിക. ഇവിടുന്ന് ബ്രേക്ക് അവേ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് ഇൻ പോയിന്റിലേക്ക് വരിക. അതായത് ഇത് എന്തായിട്ട് മാറി? അൾട്ടിമേറ്റ്ലി ഇതൊരു സർക്കിളായിട്ട് മാറി. ക്ലിയർ? ഇതൊരു സർക്കിളാണ് വരിക. ഓക്കെ. ഇനി ഇത് എങ്ങനെ സർക്കിൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെ സർക്കിളാന്ന് വരാം.
അതായത് സർക്കിള് എങ്ങനെയത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കിള് വരണമെങ്കിൽ നിങ്ങളുടെ പോൾസിൻ്റെ പാത്ത് രണ്ടും കോൺജുഗേറ്റ് കോംപ്ലക്സ് പെയർ ആയിരിക്കണം, അല്ലെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ റൂള്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ് ലൈ ഓൺ എ സർക്കിൾ. ഓക്കെ, ഒരു സർക്കിളിൽ നമുക്ക് ലൈ ചെയ്യിക്കാം. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജി ഓഫ് എസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് എ വേർ ബി ഗ്രേറ്റർ ദാൻ എ, വേർ ബി ഗ്രേറ്റർ ദാൻ എ. ഇതാ ഈ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. കെ ഇൻറ്റു എസ് പ്ലസ് ബി ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് എ വേർ ബി ഗ്രേറ്റർ ദാൻ എ 2 ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ഇത് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഒരു സർക്കിളായിരിക്കും. ഇതൊക്കെ സ്പെഷ്യൽ കേസാണ്. ഈ സ്പെഷ്യൽ കേസ് പഠിച്ചു വയ്ക്കുക. എൻഡ് റിസൾട്ട് നമ്മളുടെ സാധനം എന്തായിരിക്കും? ഒരു സർക്കിളായിരിക്കും. കാരണം ഇതിൻ്റെ ഇക്വേഷൻ വരിക എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ ബി. ഇതിൻ്റെ പ്രൂഫൊന്നും ചെയ്യുന്നില്ല എന്ന ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇക്വേഷൻ വരിക. ദിസ് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് യുവർ സർക്കിൾ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ സെൻറ്റർ എന്ന് പറയുന്നത് -b0വും നിങ്ങളുടെ റേഡിയസ് എന്ന് പറയുന്നത് വിൽ ബി റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ ബി ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇക്വേഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ സെൻറ്റർ ഇതും റേഡിയസ് ഇതുമായിരിക്കും. ഇതാണ് ഇതിൻ്റെ സമ്മറി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളത് ഈ ഇക്വേഷൻ വന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞത് സർക്കിൾ വരച്ചേ പറ്റുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ -2 പ്ലസ് റൂട്ട് എന്നുള്ള സാധനം ഇവിടേക്ക് എടുത്ത് വരയ്ക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെ നമ്മളത് കാരണം ഇവിടെ കോംപ്ലക്സ് പോൾ വരുന്നില്ല, ജെ ഒന്നല്ല, -2 പ്ലസ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ വരച്ചേ പറ്റുള്ളൂ, കോംപ്ലക്സ് വരില്ല ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, അവിടെ ജെ വന്നുകൊണ്ടാണ് നമ്മൾ സർക്കിളിലേക്ക് നമ്മൾ പോയത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു ഗ്രാഫ് കൊടുത്തു വരുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ബേസിക് ഇക്വേഷൻ ഓഫ് സർക്കിളാണെന്ന് ആലോചിക്കുക. അതിന് എൻഡ് റിസൾട്ട് ഒരു സർക്കിളാണ്. വേണമെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരെ ചോദിക്കാം. ഓക്കെ, ജനറലി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണം ചോദിക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷനാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങളുടെ ഫിഗർ എങ്ങനെയായിരിക്കാം, നിങ്ങളുടെ റൂട്ട് ലോക്കസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുക. ദിസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ക്വസ്റ്റ്യൻ. അത് ആ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇതിൻ്റെ റൂളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി ഒറ്റ ചെറിയ റൂളാണത്. ഓക്കെ, ആ ചെറിയ റൂളും കൂടി ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ തീരൂല. നമുക്ക് അതെന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, അതായത് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറും അറൈവലും കാണലാണ്. വളരെ സിമ്പിളായിട്ടുള്ള റൂളാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്കത് എന്ത് ചെയ്യാം, നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ ദെൻ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.